ഈ പരിസരത്തെ കൗൺസിലർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. കൗൺസിലറോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇത് എന്താണ് ഇവിടെ സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാഡം വന്നിരുന്നു, ആ സമയത്ത് ഇവിടെ എത്തിയിരുന്നു? ആംബുലൻസിലുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. രാത്രി 11 മണിയായി ഞാൻ തിരിച്ചു വരുമ്പോൾ. എന്താണ് സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് വ്യക്തമല്ല. പക്ഷെ എന്തായാലും ഒരു കൊലപാതക ശ്രമം നടന്നു എന്നാണ് ഒറ്റനോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അമ്മ പരാതി വല്ലതും പറയാറൊക്കെ ഉണ്ടായിരുന്നു ഇതിനു മുൻപ്? അമ്മയ്ക്ക് വധഭീഷണി എന്തായാലും ഉണ്ടായിരുന്നു. കാര്യം ഈ വരുന്ന പയ്യന്റെ ആ ഒരു ബോഡി ലാംഗ്വേജ് അത്ര സുഖമുള്ളതായിരുന്നില്ല. ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരു പോലെ നമുക്കൊരു ഫീല് കണ്ടാൽ തോന്നും. ആ രീതിയിലുള്ള പയ്യനായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് വധഭീഷണി ഉണ്ട്. പലവട്ടം അമ്മേനെ ഭീഷണിപ്പെടുത്തി. അപ്പോൾ എനിക്ക് ഇവിടെ ജീവിക്കാൻ ഭയമാണെന്നുള്ള രീതിയിൽ സൈനിക ഉദ്യോഗസ്ഥന്റെ വൈഫാണ് ലിസ് ചേച്ചി. അപ്പോൾ ഓഫീസിലേക്ക് വിളിക്കുകയും അവിടെ നിന്ന് ഓഫീസർമാരൊക്കെ വന്നു. നമ്മളെയും ഇവിടുത്തെ റെസിഡൻസിന്റെ സെക്രട്ടറി, ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ ഓഫീസറൊക്കെ ആയിട്ടിരുന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ട് അവർ അമ്മേനോട് അങ്ങ് പോന്നോ, അവിടെ താമസിച്ചോളാൻ പറഞ്ഞു. കാര്യം വെച്ചാൽ അല്ലാത്ത ഭീഷണിയുണ്ട് അമ്മയ്ക്ക്. അത് പെൺകുട്ടികളിൽ നിന്നാണോ അല്ലെങ്കിൽ സുഹൃത്തിൽ നിന്നായിരുന്നു? പെൺകുട്ടി നിത്യമായിട്ട് പല വട്ടങ്ങളിലായിട്ട് അമ്മയായിട്ട് വഴക്കുണ്ടാക്കാറുണ്ട്. കാരണം അവളൊരു സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥിനി കൂടിയാ. അതുകൊണ്ട് ആ ഒരു ഇത് മനസ്സിലാക്കുന്നതുകൊണ്ട് അമ്മയ്ക്ക്. പക്ഷെ ഈ പുറത്തുനിന്നുള്ളവരുടെ ഭീഷണിയാണ് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാതെ വന്നേ. ഈ പയ്യൻ പലവട്ടം അമ്മേനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അത് ഈ സംഭവം നടക്കുമ്പോൾ ഏതാണ്ട് ഒരു 3 ദിവസം കണ്ട് അമ്മ മാറി നിന്നിട്ടുള്ളൂ. അപ്പോ പല രീതിയിലുള്ള ഭീഷണികൾ ഉണ്ടായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. അന്നൊക്കെ ഈ പോലീസിനോട് പറയുമ്പോൾ പോലീസ് എന്തായിരുന്നു ഇതില് ഒരു മറുപടി പറയും? ഇവന് ഒന്ന് താക്കീത് ചെയ്യാനോ അതിനൊന്നും പോലീസ് മെനക്കെട്ടില്ലേ? ഇപ്പൊ ഈ 3-ാം തീയതി വരുമ്പോൾ 1 മാസം ആകും. നമ്മൾ 1 മാസത്തിന് മുമ്പ് ഒരു മാസ് പെറ്റീഷൻ ഇവിടെയുള്ള പരിസരവാസികൾ ഒരു 20 പേര് ചേർന്ന് ഒരു മാസ് പെറ്റീഷൻ കൊടുത്തിരുന്നു. അത് കൊടുക്കാനുള്ള കാരണം പറഞ്ഞാല് അവനിങ്ങനെ ഈ റോട്ടിൽ വണ്ടിയെല്ലാം വട്ടം വെക്കുക, അത് ചോദ്യം ചെയ്യുമ്പോൾ ഇവിടെയുള്ള പുരുഷന്മാരെ ഭീഷണിപ്പെടുത്തുക, ആ രീതിയിലൊക്കെ ഉള്ളൊരു ഇതായതുകൊണ്ട് ഇവരെല്ലാവരും കൂടി കൊണ്ടുപോയിട്ട് പെറ്റീഷൻ കൊടുത്തിരുന്നു. അപ്പം നമ്മൾ സ്റ്റേഷനായിട്ട് ബന്ധപ്പെടുന്നുണ്ട് നിരന്തരം. അപ്പം അവർ അന്വേഷണത്തിലായിരുന്നു. അപ്പം അവൻ എത്തിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഇവരെയും കൂടി വിളിപ്പിക്കാം എന്നുള്ളൊരു രീതിയിലായിരുന്നു. അപ്പം ഈ യുവാവ് നിരന്തരം ഇവിടെ വരാറുണ്ടായിരുന്നു? നിരന്തരം വരുന്ന ആള് തന്നെയാണ്. അത് അമ്മ തടഞ്ഞിരുന്നു അല്ലെങ്കിൽ താക്കീത് ചെയ്തിരുന്നു? അങ്ങനെ അമ്മ താക്കീത് ചെയ്യുന്നത് കൊണ്ടാണല്ലോ സ്വാഭാവികമായിട്ട് അമ്മക്ക് ഭീഷണി ഉള്ളത്. അപ്പൊ അമ്മനെ ഏതെങ്കിലും രീതിയിൽ ഇവർ ഒഴിവാക്കും, ഏത് മാർഗം ഇവർ സ്വീകരിക്കുന്ന ഒരു ഭയം വന്നതുകൊണ്ടാണ് അമ്മയ്ക്ക് അപ്പൊ അമ്മ ഇടയ്ക്ക് ഇവിടെ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു ഇങ്ങനെ കുട്ടിയെ ഒറ്റയ്ക്ക് ഇടണ്ട, അമ്മ തിരിച്ചിവിടെ കൂടെ വന്ന് താമസിക്കുക പറഞ്ഞിട്ട് അമ്മ കൂടെ വന്ന് താമസിക്കുമായിരുന്നു. അപ്പോൾ വീണ്ടും എന്തോ ഒരു ചെറിയ വഴക്കുണ്ടായി. അമ്മയ്ക്ക് ദേഹോദ്രവം ഏൽക്കുകയും അമ്മ പുറത്തേക്ക് ഓടി വരികയും ഇവിടെ ഉള്ള പരിസരവാസികളല്ല സ്ത്രീകളെല്ലാം കൂടി അമ്മയെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അത് ഏതാണ്ട് ഒരു വെള്ളിയാഴ്ചയാന്ന് തോന്നുന്നു. അതിനുശേഷം അമ്മയോട് ഇവിടെ നിന്ന് മാറാൻ പറയുകയും ചെയ്തു. അപ്പൊ പിന്നെ തിരിച്ചമ്മ അങ്ങോട്ട് തന്നെ അമ്മ പോവുകയും അമ്മ മാറിയിട്ട് 2 ദിവസമായുള്ളൂ. അപ്പോഴാണ് ഈ സംഭവം നടക്കണം. 2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ കൊലപാതക ശ്രമം നടന്നു എന്നാണ് മനസ്സിലാക്കണത്. അമ്മ എത്ര നാളെ ഇവിടുന്ന് മാറി നിൽക്കാൻ തുടങ്ങിയിട്ട്? ഇതിന് മുൻപ് 1 മാസമായിട്ടുണ്ടോ? 1 മാസം കഷ്ടി. അത് മാക്സിമം അവര് സഹിച്ചു. കാര്യം വെച്ചാല് ഇത് ജീവന് എല്ലാവരും അവരവരുടെ ജീവൻ എല്ലാവർക്കും ഒരു വലുത് തന്നെയാണല്ലോ. അപ്പൊ ജീവന് ഭീഷണി ഉണ്ടെന്ന് കണ്ടപ്പോഴാണ് പോവാൻ തന്നെ തീരുമാനിച്ചത്. പെൺകുട്ടിയെ ഇയാൾ ഉപദ്രവിക്കുന്ന അങ്ങനെ വല്ലതൊക്കെ പറയാറുണ്ടായിരുന്നു അമ്മ? പെൺകുട്ടീനെ ഇയാൾ ഉപദ്രവിക്കും, നന്നായിട്ട് ഉപദ്രവിക്കും പയ്യൻ. പിന്നെ കൈകളിലെല്ലാം ഇങ്ങനെ വെട്ടി ഇങ്ങനെ മുറിവുകളുണ്ടായിരുന്നു. പെൺകുട്ടിയുടെ അതാര് ചെയ്തെന്ന് നമുക്കറിയില്ല. കയ്യിലൊക്കെ ഇങ്ങനെ മുറിഞ്ഞ് അത് അന്നാണോ അല്ലെങ്കിൽ മൊത്തത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെ കിടക്കുന്ന സമയത്ത് പുതിയതും പഴയതും എല്ലാം ആയിട്ടുണ്ടായിരുന്നു. കുറെ മുറിവുകളുണ്ടായിരുന്നല്ലേ? അത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാതി, എന്തായാലും സേതു ഇപ്പോൾ നിരന്തരമായി അമ്മ ഭീഷണി നേരിട്ടിരുന്നു എന്ന് പറയുന്നു. ഈ ഭീഷണി നേരിട്ട് എന്തിനാണ്? ഇവർ തമ്മിലുള്ള ബന്ധം എതിർക്കുന്നതിനെയാണോ അതോ ഇയാൾ വീട്ടിൽ വരുന്നത് ചോദ്യം ചെയ്തതിനാണോ അമ്മ ഭീഷണി നേരിട്ടത്? അങ്ങനെയെങ്കിൽ ഇവർ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യേണ്ടതാണ്. എങ്കിൽ പോലീസ് പറയുന്നത് എന്താണ്? ഒരു പോക്സോ കേസിലെ വ്യക്തിമാണ് ഈ കുട്ടി, സ്പെഷ്യൽ സ്കൂൾ ചൈൽഡ് ആണെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു കുട്ടിയെ വീട്ടിൽ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകുന്നത് അത് എത്രത്തോളം സുരക്ഷിതമായിരിക്കും എന്നൊരു കാര്യം അമ്മയ്ക്ക് നേരത്തെ അറിയാവുന്നതാണ്. സുരക്ഷ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസിൽ ഇവർ സമീപിച്ചിരുന്നോ? പോലീസ് പറയുന്നത് എന്താണ്? ഇയാളുടെ ഈ ഒരു കൃത്യം നടത്താൻ ഇത്രയും ക്രൂരമായ കൃത്യമാണ്. കഴുത്തിലും കയ്യിലും ഒക്കെ ആഴത്തിലുള്ള മുറിവാണ്. ആ കുട്ടി ജീവന് വേണ്ടി മല്ലടിച്ച് ആശുപത്രിയിൽ കിടക്കുകയാണ്. ഇത്രയും ക്രൂരത ചെയ്യാനുള്ള മോട്ടീവ് എന്താണ്?
സ്വാതി ഇതിൽ ചില കാര്യങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട്. അതായത് ഈ അമ്മയ്ക്ക് നിരന്തരമായ ഭീഷണി വന്നിരുന്നത്, ഈ യുവാവ് ഇങ്ങോട്ടേക്ക് വരുന്നത് പല ഘട്ടങ്ങളിലും അമ്മ എതിർത്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അമ്മയ്ക്ക് ഭീഷണി വന്നിരുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല അമ്മ പല ഘട്ടങ്ങളിലും പറഞ്ഞിരുന്നു ഈ യുവാവ് ഈ പെൺകുട്ടിയെ മർദ്ദിക്കുമായിരുന്നു, ആ രീതിയിൽ ക്രൂരമായി തന്നെ മർദ്ദിക്കുമായിരുന്നു. ഇതെല്ലാം അമ്മ ചോദ്യം ചെയ്യുമായിരുന്നു. ആ ഘട്ടത്തിലാണ് അമ്മയെയും ഇയാൾ ആക്രമിക്കാൻ അല്ലെങ്കിൽ വകവരുത്താൻ സാധ്യതയുണ്ടെന്ന് ഈ അമ്മയ്ക്ക് തോന്നി. ഒപ്പം തന്നെ ഈ പരിസരവാസികൾക്കും കൗൺസിലർ അടക്കമുള്ള ആളുകൾക്കൊക്കെ തോന്നിയിരുന്നു. മാത്രമല്ല ഇയാൾ ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണ്. നമ്മൾ ഈ പോക്സോ അതിജീവിതയാണ് കുട്ടി എന്ന് പറയുമ്പോഴും കുട്ടിക്ക് ഇപ്പോൾ 19 വയസ്സായി. മാത്രമല്ല ഈ കുട്ടിക്ക് ഈ അക്ഷരങ്ങൾ വായിച്ചെടുക്കുന്നതിനുള്ള കുറവായിരുന്നു ഉണ്ടായിരുന്നത്. മറ്റ് രീതിയിലൊന്നും തന്നെ ഈ പെൺകുട്ടിക്ക് തന്റെ ചിന്തകളിലെയോ അല്ലെങ്കിൽ ശാരീരികമായ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പരിമിതികൾ, ഇടപെടുന്നതിൽ ചില പരിമിതികൾ നാട്ടുകാർക്കും പ്രദേശവാസികൾക്കും ഒപ്പം തന്നെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു. പോലീസിനും അത്തരത്തിലുള്ള പരിമിതികൾ ഉണ്ടായിരുന്നു. പക്ഷേ 3 തവണ പോലീസിൽ പരാതി നൽകിയിരുന്നതായിരുന്നു. ഇത്തരത്തിൽ ഭീഷണിയുണ്ട്, അപായപ്പെടുത്തുമെന്നുള്ള ഭീഷണിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് പരാതി നൽകിയിരുന്നതായിരുന്നു. അപ്പോഴൊക്കെ പോലീസുകാർ ഇയാളെ വിളിച്ച് താക്കീത് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴും ആ ബന്ധം തുടരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു. ഒരുപക്ഷെ 19 വയസ്സുള്ള പെൺകുട്ടിയാണ്, ഈ യുവാവും പ്രായപൂർത്തിയായ ആളാണ്. അതുകൊണ്ട് തന്നെ ഇവർ ബന്ധം തുടരുന്നത് ആർക്കും എതിർക്കാൻ കഴിയുകയില്ല. ഈ അമ്മ പലപ്പോഴും ആക്രമണം ഭയന്ന് ഇവിടെ നിന്ന് പോവുകയും ചെയ്തിരുന്നു. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. പരിസരവാസികളിലേക്ക് പരിസരവാസികളിൽ നിന്നൊക്കെ കാര്യങ്ങൾ പോലീസ് ചോദിച്ചറിയാൻ ശ്രമിക്കുകയാണ്. അത് ആ പോലീസുകാരെ ചോട്ടാനിക്കരയിലെ 2 പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി അവർ മാസ്റ്ററടക്കമുള്ള കാര്യങ്ങൾ എന്താണ് സംഭവിച്ചത് എന്ന് അറിയുന്നതിന് വേണ്ടി പരിസരവാസികളിൽ നിന്നൊക്കെ മൊഴിയും ഒപ്പം തന്നെ വിവരങ്ങളും ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പനേരത്തിന് തന്നെ കൂടുതൽ ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോക്സോയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിൽക്കുന്നത് കൊണ്ട് നമ്മൾക്ക് ചില പരിമിതികളുണ്ട്. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൈമാറുന്നതിന് സ്വാതി. ശരി സഹിൻ, ഈ നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ, ഇത് കഴിഞ്ഞ ദിവസം രാത്രി ഈ അക്രമകാരിയായ യുവാവ് ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ്, CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷക ന്യൂസ് മലയാളത്തിൻ്റെ സ്ക്രീനിലൂടെ കാണുന്നത്. ഒരു സുഹൃത്തിനൊപ്പമാണെന്ന് തോന്നുന്നു. ഈ ബൈക്കിൽ വന്നതിന് ശേഷം ഇയാൾ ആ വീട്ടിലേക്ക് കയറുന്നു. ഈ ഒപ്പം വന്ന സുഹൃത്ത് തിരികെ വാഹനവുമായി മടങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോഴും ചില ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇത്രയും ക്രൂരതയൊക്കെ ഉള്ള ഒരാൾ വീട്ടിലേക്ക് വരികയും ഒരു മകളെ ആക്രമിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അമ്മ വീട് വിട്ടു പോവുകയാണോ വേണ്ടത്? അവിടെ കൂടുതൽ സുരക്ഷ ആവശ്യപ്പെട്ട് പോലീസിൽ സമീപിക്കുകയല്ലേ? പോലീസ് 1-2 വട്ടം അവഗണിക്കുകയാണെങ്കിൽ വീണ്ടും ചെന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൗൺസിലറിനടക്കം ഇക്കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയുന്നു, നാട്ടുകാർ പറയുന്നു. അങ്ങനെയെങ്കിൽ എല്ലാവരും ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ സമീപിക്കുമ്പോൾ ഈ ഒരു പരാതി നൽകിയാൽ പോലീസ് സംരക്ഷണം ഒരുക്കേണ്ടതല്ലേ? ഒരു പോക്സോ കേസിലെ വ്യക്തിമാണ്, 19കാരിയായ പെൺകുട്ടിയാണ്. അതിനൊപ്പം തന്നെ സ്പെഷ്യൽ സ്കൂൾ ചൈൽഡാണെന്ന് പറയുന്നു. അപ്പോൾ ഇപ്പോഴും ഈ സംഭവത്തിൽ നിരവധി ദുരൂഹതകൾ ബാക്കിയാണ്. എല്ലാം കൃത്യമായി പുറത്തു വന്നിട്ടില്ല. ജീവന് വേണ്ടി മല്ലടിക്കുന്ന ആ പെൺകുട്ടി എത്രയും വേഗം ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഒപ്പം ഈ പ്രതിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതനുസരിച്ചാവും യഥാർത്ഥത്തിൽ എന്താണ് നടന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വരിക. വിവരങ്ങൾ നൽകുകയായിരുന്നു സഹിൻ ആന്റണി.